പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി എന്നും 16 വയസ്സാണ് കൽബിൽ ഏഴു നേരവും കനവാണ് ഉള്ളിൽ ഏഴു നേരവും കനവാണ് പടിഞ്ഞാറൻ കടൽക്കരെ പകലന്തി മയങ്ങുമ്പോൾ ഉരുവാലും തുന്നിക്കൊണ്ടിരിപ്പാണ് പുതുമുത്തമണിയിച്ച പുളകങ്ങൾ പുതഞ്ഞത് പൂമാരൻ തന്നൊരു പുതുമാര പുതുമുത്തമണിയിച്ച പുളകങ്ങൾ പുതച്ചത് പൊന്നാരൻ തരുമൊരു പുതുമാര കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി എന്നും കിളിവാതിൽ തുറക്കുമ്പോൾ അവൻ നിന്നെ മുട്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ നെഞ്ചുരുമ്മി ഉറങ്ങുമ്പോൾ 14-ാം ബഹറിലെ പവിഴങ്ങൾ കടവിലെ പനിനീർ പൂവിറുത്തു നീ നൽകേണം കളിർവെറ്റ് തെറുത്തത് കളിരില കൊടുത്തത് പൊന്നാരൻ തരുമൊരു പുതുമാര കളിർവെറ്റ് തെറുത്തത് കളിരില കൊടുത്തത് പൊന്നാരൻ തരുമൊരു പുതുമാര കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുക്കി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി. എനിക്ക് ആതിരയുടെ പെർഫോമൻസിൽ ഈ പെർഫോമൻസ് റൗണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫ് ഈസ് റിയലി ഇംപ്രൂവിങ്. ആതിര ശരിക്കും ആതിരനെ തന്നെ ആതിര ടി വി കണ്ട് പഠിച്ച് കറക്റ്റ് ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ് ഇല്ലേ? അത് ഇപ്പം ഈ ഒരു പെർഫോമൻസിൽ എനിക്ക് ആതിരയുടെ ആ ഒരു പക്ഷേ ഇടയിൽ ആതിര പാട്ട് വിട്ടൊന്ന് പോയി, വേറൊരു പാട്ടിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഒരു പെർഫോമൻസ് ആറ്റിറ്റ്യൂഡ് മറന്നുപോയി. അവസാനമാകുമ്പോഴേക്കും എല്ലാവരെ കൊണ്ടും കൈയടിപ്പിച്ചു, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇടയിൽ ആ ഒരു കോൺസെൻട്രേഷൻ, പാട്ട് എത്ര കോംപ്ലിക്കേഷൻ വന്നാലും നമ്മൾ അത് മറക്കരുത്. നമ്മളുടെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുകയാണ്. ശരിയാണ്, പാട്ടിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോക്കസ് വേണം. പാട്ടില്ലാതെ പിന്നെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ പാട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് ജനങ്ങൾക്ക് തോന്നാൻ പാടില്ല. അവർക്ക് അവരിലും ശ്രദ്ധയുണ്ട്, എന്നാൽ നമ്മളുടെ പാട്ട് നമ്മളെ കൈവിട്ട് പോകരുത്. ഇടയിൽ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ പോയതുമാതിരി തോന്നി. പിന്നെ ആതിരയുടെ വോയിസ് നല്ല ത്രോ ഉള്ളൊരു വോയിസാണ്, അതായത് നല്ല പവർഫുള്ളാണ്. അപ്പോൾ അതിനനുസരിച്ച് ശരിക്കും മൈക്ക് പ്ലേസ്മെൻറ്റ് ശ്രദ്ധിക്കണം. ചില ഹൈ ഒക്കെ വരുന്ന സമയത്ത് ആതിരയുടെ വോയിസിൽ തന്നെ നല്ല പവറുണ്ട്. ഹൈ വരുന്ന സമയത്ത് എപ്പോഴും അൽഫോൺസ് പറയുന്നൊരു കാര്യമാണ്, അത് ആതിര ശരിക്കും ശ്രദ്ധിക്കണം. ഹൈ പാടുന്ന സമയത്ത് മൈക്ക് ദൂരെ വെക്കണം, ലോ പാടുമ്പോൾ അടുത്ത് വെക്കണം. കാരണം ഇത്രയും ത്രോ ഉള്ളൊരു വോയിസ് മൈക്കിൽ കൂടെ വരുമ്പം ഒരു സൗണ്ട് എഞ്ചിനീയറിന് എപ്പോഴും വോയിസ് കുറയ്ക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ സോഫ്റ്റായിട്ട് പാടുന്നതൊന്നും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്തായാലും അത് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ടൈം. അതർവൈസ് എനിക്ക് തോന്നുന്നു ആതിര ഇസ് ഷുവർലി ഇംപ്രൂവിങ് ഡേ ബൈ ഡേ. ആതിരയുടെ ഗ്രാഫ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ആതിര ബേഗം പൊട്ടൂടാക്കം ഒന്ന്, അതെ, എന്തുകൊണ്ടാണ് പൊട്ടൂടാതെന്ന് മനസ്സിലായി. കൊള്ളാം, നന്നായിരുന്നു. ആതിരയുടെ
പാടാനുള്ള കഴിവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരു ഇടിവ് വന്നത് പെർഫോമൻസ് റൗണ്ടിലായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം നമ്മൾ പെർഫോമൻസിന് ഒരുപാട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാണ്ട് പാട്ടിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പാട്ടിൽ പ്രോബ്ലം ഇല്ല എന്നല്ല, പാട്ടിലും പ്രോബ്ലംസ് ഉണ്ട്, അത് ആദരിക്കാനേ അറിയാം. അനുപല്ലവിയുടെ ഏത് നേരവും എന്ന് പറയുന്ന പോർഷനിലൊക്കെ ഒരുപാട് സ്ലിപ്പ് വന്നിട്ടുണ്ട്. അതേ പോർഷൻ തന്നെ ചരണത്തിൽ വന്നപ്പോഴും സ്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു കുറച്ചുകൂടെ. എന്നാലും നമ്മൾ ഇപ്രാവശ്യം ആക്റ്റീവ് ആവാൻ ശ്രമിച്ചത് പാട്ടിനെ തീരെ അങ്ങോട്ട് ബാധിച്ച രീതിയിലായിട്ടില്ല. ഡാൻസും അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവസാനം ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ കൊള്ളാം, നല്ല ക്വാളിറ്റീസ്. ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പാട്ട് ഇഷ്ടമായി, നന്നായി പാടി, നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. ഞാനതാണ് ചെയ്തൊരു കാര്യം. പാടിയ വരികളുടെ മീനിങ് നിങ്ങളുടെ വോയിസിലും നിങ്ങൾ പാടിയ രീതിയിലും ഉണ്ടായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. എന്താ പറയുക, പെർഫോമൻസ് ആസ്പെക്റ്റിൽ ഇവരെല്ലാവരും പറഞ്ഞ കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആളുകളെ കൂട്ടിച്ചേർത്തതും ആളുകളെ കൂടെ എൻജോയിപ്പിക്കുന്ന രീതിയിൽ ചെയ്ത് വളരെ നന്നായി. നെക്സ്റ്റ് ടൈം വരും എന്താണെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.